ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. അതിലേക്കായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളക് നടുകെ കീറിയിട്ടൊന്ന് ഫ്രൈ ചെയ്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടു. ഒരു 2 സവോള ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് വഴറ്റി ബ്രൗൺ നിറമൊന്നാകണ്ട, ജസ്റ്റ് ആ പച്ചമണം പോയി കിട്ടിയാൽ മതി. കുറച്ച് വേപ്പിലിട്ടു. പിന്നെ നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ചേർത്തു. അതിൽ വെള്ളത്തോടു കൂടി തന്നെ ഇരുന്നോട്ടെ, അതെല്ലാം കൂടി ഒന്ന് വേവണം. അതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടിയും ചേർത്തു. നമ്മളൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വെറുതെ ഒന്ന് ആവി കയറ്റി ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി വെള്ളം നന്നായിട്ട് വറ്റി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശമാവ് ഉണ്ടാക്കാൻ ഞാൻ 1 ഗ്ലാസ് ഉഴുന്ന്, കുറച്ച് ഉലുവ, 2 ഗ്ലാസ് പച്ചരി, പിന്നെ കുറച്ച് ചവരിയും കൂടി ചേർത്തിട്ട് കുതിർത്തി ആട്ടി വെച്ച് പിറ്റേ ദിവസം എടുത്തിട്ടാണ് മാവ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതും കൂടി ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.